CPM-ലെ ഈ തോൽവിക്ക് തുടർന്നുള്ള ചർച്ചകൾ അത് വളരെ പ്രകടമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പിണറായി വിജയൻ MLA സ്ഥാനം രാജിവെക്കണമെന്ന് പാറശാല ഏരിയ സെക്രട്ടറി തോൽവി വിലയിരുത്താൻ ചേർന്ന ഏരിയ കമ്മിറ്റി യോഗത്തിലാണ് എസ് അജയ്കുമാർ നിലപാട് പറഞ്ഞത്. പിണറായി വിജയനെ കാരണഭൂതനാക്കിയുള്ള പാട്ട് പുറത്തിറക്കിയ സമയത്ത് സംഘാടക സമിതി ചെയർമാൻ കൂടിയായിരുന്നു അജയ്കുമാർ എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. മാർഷൽ വി സെബാസ്റ്റ്യൻ വിവരങ്ങളുമായിട്ട്. മാർഷൽ, ഇപ്പോൾ വേറെ രീതിയിൽ പ്രതിഫലിക്കുന്ന അല്ലെങ്കിൽ ഒരു നടപടി ഉണ്ടാകുന്ന വിഷയമല്ല ഇങ്ങനൊരു അഭിപ്രായ പ്രകടനം. പക്ഷേ അങ്ങനെ പോലും പാർട്ടിയുടെ താഴെത്തട്ടിൽ നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. പ്രത്യേകിച്ചും കാരണഭൂതൻ എന്ന ആ പാട്ട് എത്രത്തോളം വാർത്താ പ്രാധാന്യം നേടിയെന്നതും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിന് മുന്നിൽ നിന്നയാൾ തന്നെ പിണറായി വിജയൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. തീർച്ചയായിട്ടും, അതായത് CPM ഇത് പ്രതീക്ഷിച്ചതാണ്. അല്ലെങ്കിൽ CPM സംസ്ഥാന നേതൃത്വം, സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇത്തരം വിമർശനങ്ങൾ പാർട്ടി അംഗങ്ങളുടെ കയ്യിൽ നിന്ന്, ജില്ലാ നേതാക്കളിൽ നിന്ന്, ഏരിയ തല നേതാക്കളിൽ നിന്ന്, ലോക്കൽ തല നേതാക്കളിൽ നിന്നെല്ലാം ഉണ്ടാകുമെന്നുള്ള കാര്യം അറിയാമായിരുന്നു. എങ്കിലും ഇത്തരം വിമർശനങ്ങൾ വരട്ടെ, ആ വിമർശനങ്ങളിലൂടെ പാർട്ടിയിൽ ഏറ്റ പരാജയത്തിനുള്ള മറുപടി കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് CPM സംസ്ഥാന നേതൃത്വം വിലയിരുത്തിയത്. അതുകൊണ്ട് തന്നെയാണ് CPM സംസ്ഥാന നേതൃത്വത്തിലുള്ള മുതിർന്ന നേതാക്കൾ ഏരിയ കമ്മിറ്റി യോഗങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് പാർട്ടിയുടെ പരാജയം എങ്ങനെ സംഭവിച്ചു എന്നുള്ള വിമർശനങ്ങൾ കേൾക്കാൻ വേണ്ടി ഇരിക്കുന്നത്. ഇതിൽ തിരുവനന്തപുരത്ത് KK ജയചന്ദ്രനും അതോടൊപ്പം തന്നെ VN വാസവനും CPM-ന്റെ 2 സംസ്ഥാന സെക്രട്ടറി അംഗങ്ങളാണ് പങ്കെടുത്തത്. കഴിഞ്ഞ വാർത്താ ബുള്ളറ്റിൻ നമ്മൾ കിളിമാനൂർ ഏരിയ കമ്മിറ്റിയുടെ കാര്യമാണ് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോഴത്തെ പാറശാല ഏരിയ കമ്മിറ്റിയും ഇതേ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചിരിക്കുന്നു. ഈ വിമർശനങ്ങളിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് ഒന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനാണ്, മറ്റൊന്ന് പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന MV ഗോവിന്ദനാണ്, അതോടൊപ്പം തന്നെ പൊളിറ്റ് ബ്യൂറോ അംഗമായ വിജയരാഘവനാണ്. വിജയരാഘവനും അതോടൊപ്പം തന്നെ പിണറായി വിജയനും MV ഗോവിന്ദനും നടപ്പാക്കിയിട്ടുള്ള ചില കാര്യങ്ങൾ പാർട്ടിക്ക് ദോഷകരമായി വന്നു. എന്നിട്ടും നേതൃത്വം ഇവരെ മാറ്റാതെ മുന്നോട്ട് പോകുന്നത് പിണറായി വിജയൻ പറയുന്നതെല്ലാം അതേപടി ചെയ്യാൻ വേണ്ടിയുള്ള തൊഴിലാളികളായി പാർട്ടി സഖാക്കൾ മാറുകയാണ് എന്നുള്ള വിമർശനമാണ് പ്രധാനമായും പാറശാല ഏരിയ കമ്മിറ്റി വന്നത്. വെള്ളാപ്പള്ളി നടേശനുമായി ചേർന്ന് നിൽക്കുകയും ന്യൂനപക്ഷങ്ങളെ അകറ്റുകയും ചെയ്തിട്ടുള്ള പ്രസ്താവന, കുമാരൻ ആശാനേക്കാൾ മഹാനാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന തരത്തിലേക്ക് പിണറായി വിജയൻ പ്രസംഗിച്ചത് തെറ്റായിപ്പോയി എന്നുള്ള വിമർശനമാണ് കിളിമാനൂരിൽ വന്നത്. അതോടൊപ്പം തന്നെ പാലക്കാട് ഏരിയ കമ്മിറ്റിയിലും ഇതേ രീതിയിൽ തന്നെയുള്ള വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏരിയ തലത്തിലുള്ള ചർച്ചകൾ വരുമ്പോൾ സംസ്ഥാന നേതൃത്വത്തിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉയരുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. ഈ വിമർശനങ്ങളിൽ VN വാസവൻ ഉൾപ്പെടെയുള്ളവർ ഇത് തെറ്റായി പോയി എന്നുള്ള കാര്യം കമ്മിറ്റിയിൽ സമ്മതിക്കേണ്ട സാഹചര്യം വരെ ഉണ്ടായി. ഇത്തരം വിമർശനങ്ങൾ ഉണ്ടാകുമ്പോഴും പാർട്ടി അണികൾക്ക് നൽകുന്ന ചോദ്യങ്ങളിൽ 34 ചോദ്യങ്ങളിൽ സംസ്ഥാന നേതൃത്വത്തെ വിമർശിക്കുവാനോ നേതാക്കൾക്ക് വീഴ്ച പറ്റിയിട്ടില്ല എന്നുള്ള തരത്തിലാണ്. അതായത് കമ്മ്യൂണിസ്റ്റ് രീതി അനുസരിച്ച് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പരാജയമല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പരാജയം, മറിച്ച് അത് ആ നേതൃത്വത്തിൻ്റെ ആകെ ചുമതലയാണ്, അല്ലെങ്കിൽ ഓരോ കമ്മ്യൂണിസ്റ്റുകാരൻ്റെയും പ്രശ്നമാണ് എന്ന തലത്തിലേക്കാണ് വിലയിരുത്തുന്നത്. ഇവിടെ തന്നെ പാർട്ടി ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ പ്രധാനമായി ഉന്നയിക്കുന്ന ഒരു കാര്യം സംസ്ഥാന സർക്കാരിനെ നിയന്ത്രിക്കുന്നതിൽ പാർട്ടി പരാജയപ്പെട്ടു എന്നുള്ളതാണ്. കോടിയേരി ബാലകൃഷ്ണന് ശേഷം എത്തിയിട്ടുള്ള സംസ്ഥാന സെക്രട്ടറിമാർ, അത് വിജയരാഘവനായാലും അതോടൊപ്പം തന്നെ MV ഗോവിന്ദനായാലും, ഇവർക്ക് രണ്ടുപേർക്കും കാര്യങ്ങൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുവാനും പാർട്ടി അണികളെ പറഞ്ഞു മനസ്സിലാക്കാനും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. MV ഗോവിന്ദൻ വാർത്താ സമ്മേളനങ്ങളിൽ നടത്തുന്ന ഭാഷാ പ്രയോഗങ്ങൾ സാധാരണക്കാരന് മനസ്സിലാകുന്നില്ല, അദ്ദേഹത്തിന് തന്നെ മനസ്സിലാകുന്നതാണോ എന്നായിരുന്നു അടൂർ ഏരിയ കമ്മിറ്റിയുടെ ചോദ്യം. അപ്പോൾ കേരളത്തിലെ 5 ലക്ഷം വരുന്ന പാർട്ടി അണികളിൽ എല്ലാവർക്കും തന്നെ സംസ്ഥാന നേതൃത്വം നടത്തിയിട്ടുള്ള നിലപാടുകളോട് വിയോജിപ്പുണ്ട്. പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പിണറായി വിജയനെ പാർട്ടി സംസ്ഥാന സമിതി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിശ്ചയിച്ചതിൽ വിയോജിപ്പുണ്ട്. MLA സ്ഥാനം രാജിവെച്ച് പിണറായി വിജയൻ ഇറങ്ങിപ്പോകണമെന്ന തരത്തിലേക്കുള്ള രൂക്ഷമായ വിമർശനങ്ങളാണ് ഓരോ ഏരിയ തലത്തിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. ദിവിഷ് മണി.